എല്ലാവർക്കും നമസ്കാരം. 8 വർഷങ്ങൾക്ക് ശേഷം ഉപ്പുമുളക് നിർത്തിയിരിക്കുകയാണ്. സിനിമയിൽ ചെറിയ വേഷങ്ങളിൽ സജീവമായി അഭിനയിച്ചിരുന്നുവെങ്കിലും നടി നിഷ സാരംഗ് ശ്രദ്ധിക്കപ്പെടുന്നത് ഉപ്പുമുളകും എന്ന പരമ്പരയിലൂടെയാണ്. നീലു എന്ന വീട്ടമ്മയായി ഗംഭീര പ്രകടനമാണ് നടി കാഴ്ചവെച്ചത്. കേരളത്തിലെ ഒരു സാധാരണ വീട്ടമ്മ എങ്ങനെയാണോ അത് നിഷ കാണിച്ചു. ഉപ്പുമുളകിലൂടെ ലഭിച്ച പ്രശസ്തിയിലൂടെ സിനിമയിൽ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കാനും നിഷയ്ക്ക് സാധിച്ചിരുന്നു. ഇതിനൊപ്പം സിംഗിൾ മദറായി 2 പെൺമക്കളെ വളർത്തി വലുതാക്കി അവർക്ക് ജീവിതം നേടിക്കൊടുക്കുകയും ചെയ്തു. എല്ലാ ഉത്തരവാദിത്തങ്ങളും പൂർത്തിയായ സ്ഥിതിക്ക് താൻ ഇനി ഒരു വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെന്ന് അടുത്തിടെ ഒരു അഭിമുഖത്തിൽ നടി വെളിപ്പെടുത്തിയിരുന്നു. ഒറ്റയ്ക്കുള്ള ജീവിതം മടുത്തുവെന്നും ജോലിയൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് കയറി വരുമ്പോൾ ഒരു കൂട്ട് തനിക്ക് വേണമെന്ന് തോന്നിയെന്നുമാണ് നിഷ പറഞ്ഞത്. എന്നാൽ ഇതിന് പിന്നാലെയായി ഇൻസ്റ്റാഗ്രാമിലൂടെ നടി പങ്കുവയ്ക്കുന്ന ചില സ്റ്റോറികൾ ആരാധകർക്കിടയിൽ കുഴപ്പമുണ്ടാക്കുകയാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വിമർശനാത്മകമായ ചില എഴുത്തുകളാണ് നിഷ പങ്കുവയ്ക്കുന്നത്. ചതിക്കുന്നവന്റെ മുഖത്ത് നോക്കി ചിരിച്ചുകൊണ്ട് പറയണം തോറ്റത് നീയാണെന്ന്. കാരണം ആത്മാർത്ഥമായ സ്നേഹത്തിന് അർഹതയില്ലാത്തവൻ എവിടെ പോയാലും ആരുടെ കൂടെ ആയാലും പാതി വഴിയിൽ ഉപേക്ഷിക്കപ്പെടുമെന്നാണ് നടി പങ്കുവച്ച പുതിയ സ്റ്റോറിയിൽ പറയുന്നത്. കഴിഞ്ഞ ദിവസവും സമാനമായ പോസ്റ്റുമായി നടി എത്തിയിരുന്നു. വിവാഹിതയായ സ്ത്രീയോട് പ്രണയവുമായി വരുന്നവർ തീർച്ചയായിട്ടും പണമോ കാമമോ പ്രതീക്ഷിച്ചായിരിക്കും എന്ന റീലും നിഷ പങ്കുവച്ചിരുന്നു. ഇതൊക്കെ നടി ആരെങ്കിലും ഉദ്ദേശിച്ചു പറയുന്നതാണോ എന്നാണ് സോഷ്യൽ മീഡിയ ചോദിക്കുന്നത്. മാത്രമല്ല കഴിഞ്ഞ കുറച്ച് നാളുകളായി അനാവശ്യ വാർത്തകളിലും നടിയുടെ പേരും വന്നിരുന്നു. ഉപ്പുമുളകിലും നിഷയ്ക്കൊപ്പം അഭിനയിക്കുന്ന നടന്മാരായ ബിജു സോപാനത്തിനും SP ശ്രീകുമാറിനുമെതിരെ പരാതിയുമായി ഒരു നടി രംഗത്ത് വന്നിരുന്നു. ഇരു നടന്മാരും ലൈംഗികാതിക്രമം നടത്തിയെന്നാണ് ഒരു നടിയുടെ പരാതിയിൽ പറഞ്ഞത്. എന്നാൽ ഇത് ആരാണെന്ന് വ്യക്തതയില്ലാത്തതിനെ തുടർന്ന് നിഷയുടെ പേരും ഉയർന്നു വന്നിരുന്നു. എന്നാൽ ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ നടി ഇനിയും തയ്യാറായിട്ടുമില്ല.